ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ 3G വണ്ടിയാണ്. പൊല്യൂഷൻ ഫെയിൽഡായിട്ടാണ് വന്നേക്കണേ. ഇപ്പോൾ പൊല്യൂഷൻ പാസ്സായിട്ടില്ല വണ്ടി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നും നമുക്ക് തോന്നുന്നില്ല. ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ പൊല്യൂഷൻ പ്രോബ്ലം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ ഹെഡിൽ കരി കൂടുതൽ വരുമ്പോഴാണ് കൂടുതലായിട്ട് ആ പ്രോബ്ലം കാണിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു പരിശ്രമം എന്ന നിലയിൽ നമ്മൾ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, കാർബറേറ്ററൊക്കെ ഒന്ന് ട്യൂൺ ചെയ്യുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നമ്മൾ മാറ്റാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട്. ഓയിൽ ചേഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ കിലോമീറ്റർ ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ 48,000 കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട്. സാധാരണ നിലയിൽ എൻജിൻ ഹെഡ് ക്ലീൻ ചെയ്യേണ്ടത് 30,000 കിലോമീറ്ററിലാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടി വരാം. അതായത് ഒരു 25,000 തുടങ്ങി 30,000 കിലോമീറ്ററിനുള്ളിൽ സാധാരണ അപ്പോൾ ഒരു 100 വണ്ടി എടുത്താൽ ഞാനതൊരു 80 വണ്ടിയിലും കൂടുതലായിട്ട് കാർബൺ കണ്ടുവരുന്നത് ഒരു 30,000 കിലോമീറ്റർ ഉള്ള വണ്ടികളിലാണ് കൂടുതലായിട്ടും ആ കംപ്ലയിൻറ്റ് കാണുന്നത്. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ഒന്ന് പൊല്യൂഷൻ ചെയ്ത് നോക്കാം, ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫെയിൽഡ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം റിപ്പീറ്റ് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. വീണ്ടും ഫെയിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല. അത് പാസ്സാവണമെന്നുണ്ടെങ്കിൽ ഹെഡ് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. നിലവിൽ നമ്മളിപ്പോൾ എയർ ഫിൽറ്ററൊക്കെ നോക്കുന്നുണ്ട്. കാർബറേറ്റർ ട്യൂണിങ്, കാർബറേറ്റർ അഴിച്ച് ക്ലീനിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം കാഴ്ചയിലൊക്കെ നമുക്ക് തോന്നണില്ല. ട്യൂൺ ചെയ്ത് നോക്കാം. കാർബറേറ്റർ അഴിച്ചതുകൊണ്ട് മാത്രം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് നോക്കാം. ട്യൂൺ ചെയ്തതിന് ശേഷം ടെസ്റ്റ് അടിച്ചിട്ട് ഫെയിൽഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെഡ് ഡീകാർബണൈസിങ് ആയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇനി അതല്ലെങ്കിൽ കൂടി നമ്മളത് ചെയ്യേണ്ട ടൈമൊക്കെ പണ്ടേ കഴിഞ്ഞിട്ടുണ്ട്. 30,000 കിലോമീറ്ററിലാണ് സാധാരണ രീതിയിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 50,000 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. 48,600. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യണം. നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഓപ്ഷൻ ഇപ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഹെഡ് ഡീകാർബണൈസിങ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. അതല്ലെങ്കിൽ കൂടി ഇടയ്ക്ക് എപ്പോഴെങ്കിലും സമയമുള്ളപ്പോൾ ഇപ്പോൾ നമുക്കിപ്പോൾ അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാസ്സായാൽ പോലും അടുത്ത ടെസ്റ്റിൽ എന്തെങ്കിലും ഫെയിൽഡ് ആവാനായിട്ടുള്ള സാധ്യത 90% ഉണ്ട് കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം.